പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മീൻകറിയാണ്. ചൂരമീൻ വെച്ചാണ് മീൻകറി വയ്ക്കുന്നത്. ചൂരമീൻ, ചൂതമീൻ എന്നൊക്കെ പറയും. അത് വെച്ചാട്ടോ മീൻകറി ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും മീൻകറി വയ്ക്കാൻ അറിയാം. എന്നാൽ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരമാകുമല്ലോ. അപ്പോൾ അതാണ്ട് ഞാൻ ചൂരമീൻ എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് വെട്ടി കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഞാൻ അതിൻ്റെ എല്ലാം വെട്ടി കണ്ടിച്ച് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിയ ശേഷം 1/4 ടീസ്പൂൺ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടെ ഒന്ന് പൊട്ടിയ ശേഷം നമുക്കതിലേക്ക് എടുത്ത് വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കരിയാപ്പില, ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും ഒരു 10 അല്ലി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതാണ്. അതും കൂടെ ഇട്ട് കൊടുക്കാം. ചുമന്നുള്ളി ചേർക്കുന്നില്ല കേട്ടോ. ഇനി നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് തന്നെ മൂപ്പിച്ചെടുക്കണേ, കരിഞ്ഞു പോകാതെ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ അതുപോലെ തന്നെ 2 വലിയ സ്പൂൺ നിറച്ച് കശ്മീരി മുളക് പൊടിയും 1 സ്പൂൺ എരിയുള്ള മുളക് പൊടിയും, അങ്ങനെ 3 സ്പൂൺ മുളക് പൊടിയാട്ടോ ചേർത്തേക്കുന്നത്. ഇത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് കുടംപുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നല്ലതുപോലെ തിളച്ചിട്ട് വരട്ടെ. അപ്പോൾ ആവശ്യത്തിന് വെള്ളം കൂടെ നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒരു 1/2 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറവുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം കേട്ടോ. മുളകും മഞ്ഞളും ചേർക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചാലിച്ച് ഒന്ന് മൂപ്പിച്ചെടുക്കാമേ. അതാണ്ട് ഒരു ചട്ടി എടുത്ത് അതിലേക്ക് ഞാൻ കരിയാപ്പില നിരത്തിയ ശേഷമാണ് മീൻ പറക്കി വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച് അരപ്പൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വെള്ളം കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക, പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നല്ലതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, കുത്തി ഇളക്കല്ലേ. ഇനി നമുക്ക് ഇത് വേവിച്ചെടുക്കാം. അതുപോലെ തന്നെ ശകലം കരിയാപ്പിലയും ഇട്ടിട്ടാട്ടോ ഞാൻ അടച്ചു വയ്ക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ തിളച്ചപ്പോൾ തുറന്നൊക്കെ നോക്കിയിട്ടുണ്ട്. വീണ്ടും ചട്ടി ഒന്ന് വട്ടം ചുറ്റിച്ച്, സ്പൂണിട്ട് ഇളക്കുകയൊന്നും ചെയ്യരുത്. 1-2 പ്രാവശ്യം ഇതുപോലെ തിളയ്ക്കുമ്പോൾ നമ്മളൊന്ന് ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ എല്ലായിടും കറക്റ്റ് ആയിക്കോളും. അതുപോലെ തന്നെ ഉപ്പ് നോക്കണേ. ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ശകലം ഉപ്പ് ഇപ്പോൾ ഇട്ട് കൊടുക്കാമേ. ഇപ്പോൾ നമ്മുടെ കറി ഏകദേശം പറ്റി വരുന്നുണ്ട്. ലോ ഫ്ലെയിമിലിട്ട് തന്നെ പറ്റിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ ദാണ്ട് ശകലം കരിയാപ്പിലയും കൂടെ ഇട്ട് പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റായിട്ട് ഈ മീൻകറിയും മോരും കൂടെ കൂട്ടി ചോറ് കഴിക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ലൈക്ക് ഇടാനും കമൻസ് ഇടാനും മറക്കല്ലേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക്